ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടകളിലൊക്കെ ലഭിക്കുന്ന അതുപോലെ തന്നെ ബേക്കറിയിലും ലഭിക്കുന്ന മാൽപുരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് രണ്ട് രീതിയിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റായി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര പാനിയും കൂടെ ചേർക്കാം. അപ്പോൾ ഈ പഞ്ചസാര പാനി തണുത്തതിന് ശേഷം മാത്രമേ ഈ മിക്സ് റെഡിയാക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് തണുക്കണം, എന്നിട്ട് ഇത് റെഡിയാക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് വെള്ളവും 1 കപ്പ് മൈദയ്ക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കണം. ഇനി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ആയി കിട്ടും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാൽപുരി എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള മാൽപുരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സെയിം ബാറ്റർ തന്നെയാണ് കേട്ടോ ഈ മാൽപുരിക്കും റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സെയിം അളവിൽ തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മുറിച്ച് കൊടുത്തിരിക്കുന്ന ഈ പഴമാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന ആ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഈ മാവും ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കിയതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മൾ പഴം ചേർത്തിട്ടുള്ള മാൽപുരിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.